ഈ നമുക്ക് ഉം. ഈ പഞ്ചഭൂതങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന വെള്ളം ഉണ്ടല്ലോ, ഉം. ഇത് ഭൂമിയല്ലേ? ഉം. നല്ലത് പറയുന്നേ. ഭൂമിയാ? ഉം. ആകാശം ഇതല്ലേ? ആകാശം ആകാശം അല്ല ഞാൻ പറയാം. ഇത് ഈ ഈ ഓരോ അഗ്നിയാ? ഇത് അഗ്നിയുടെ പറയാം. ദേ, ഇതല്ലേ അഗ്നിയുടെ അഗ്നി, ഇത് എയറിന്റെ എയർ. വായു, ഇത് ആകാശം, ആകാശം, ഇത് ഭൂമി, പൃഥ്വി, അത് പൃഥ്വി ഭൂമി, 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 ജലം. ഇത് ജലം. ഇങ്ങനെയാണ് മുദ്രകളുടെ ബേസാണ്. ഇത് മുദ്രയുടെ ആ ഒരു സിസ്റ്റത്തിന്റെ ഒരു സ്കൂളിന്റെ ബേസാണ്. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒഴിച്ച് ചിന്മുദ്രയാക്കുന്നത്, ബാക്കിയെല്ലാം തുറന്നിരിക്കുക. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇതിന് വേറൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ഈ ഇന്റർപ്രിട്ടേഷനാണ് ചട്ടമ്പി സ്വാമി വിവേകാനന്ദ സ്വാമിക്ക് പറഞ്ഞു കൊടുത്തതെന്ന് പറയുന്നു. അതെ പറയാം. വായു അഗ്നിയിലിരിക്കും. അപ്പൊ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇത് ആ ഇന്റർപ്രിട്ടേഷൻ ഇത് ഇൻഡിവിജ്വൽ ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാമെന്നൊക്കെ പറയും. നമ്മുടെ ഇൻഡിവിജ്വൽ ഇല്ല. ഇത് ഇതിന്റെ കൂട്ടത്തിൽ പോകാതെ ഇത് വേറൊന്നിനെ റെപ്രസെന്റ് ചെയ്യണം, ഓളോട്ട് പോയിന്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് സിംബോളിക്കായിട്ട് ഇത് ബ്രഹ്മത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. എന്നിട്ട് നോക്കിക്കോളൂ, ഇങ്ങനെയാണ് കുട്ടി ജനിക്കുന്നത്. ഇതാണ് ആ ഇന്റർപ്രിട്ടേഷൻ. ഇതെല്ലാം ഓരോ മാസ്റ്റേഴ്സ് ഓരോ രീതിയിൽ ഇന്റർപ്രിട്ട് ചെയ്തിരിക്കും. ഇങ്ങനെ ജനിക്കുമ്പോൾ കുട്ടി ഇങ്ങനെ കിടക്കും, ഇങ്ങനെയാണ് കാലം പിടിച്ചങ്ങോട്ടേക്ക് ഇങ്ങനെ എല്ലാം തുറന്നിരിക്കുക. അങ്ങനെയാണ് ഇവിടെ വന്ന് വീഴുന്നത്. ഇങ്ങനെ വീഴുമ്പോൾ നമുക്ക് പിടിക്കാൻ ഒരു സ്ഥലമില്ല. അമ്മയുടെ വയറ്റിനകത്ത് പ്രൊട്ടക്റ്റഡ് ആയി കിടന്ന് എല്ലാം നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒരു ദിവസം സുപ്രഭാതത്തിൽ ഈ ഭൂമിയിലോട്ട് അങ്ങോട്ട് വീഴുക. ഒരു നിമിഷം കൊണ്ട് വെളിയിൽ ഇറങ്ങിയില്ല, പിടിയില്ല. അപ്പൊ പിടിയില്ലാതായ ഷോക്ക് കൊണ്ട് ചത്തുപോകും. അതുകൊണ്ട് അകത്തെ പിടിച്ച് ശീലിച്ചിരിക്കുക ഭൂമി. ഇങ്ങനെ പിടിച്ചാൽ കിടക്കും. കാൽ രണ്ടും മടക്കി വയറിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത്, കഴുത്തിനെല്ലാം പ്രൊട്ടക്ട് ചെയ്ത്, എല്ലാം പ്രൊട്ടക്ട് ചെയ്ത്, ചെസ്റ്റ്, ഹാർട്ട്, ലങ്സ് എല്ലാം പ്രൊട്ടക്ട് ചെയ്തിട്ട് അകത്ത് അങ്ങനെ ഒരു പോസിൽ കിടക്കുക. ഇതാണ് ഈ ഗർഭസ്ഥ ശിശുവിന്റെ പൊസിഷൻ. വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. നേരമല്ല, ഇങ്ങനെ കിടക്കുന്ന ആളാണ് ഈ പെട്ടെന്ന് ഈ ഭൂമിയിലേക്ക് വരുന്നത്. അല്ലല്ല, നമസ്കാരം ഒന്നും ഇങ്ങനെയാണ്. ചില കുട്ടികൾ ചിലപ്പോൾ ഒരു കൈയൊക്കെ ഇങ്ങനെ, അത് പ്രയാസവും. അങ്ങനെയല്ല. ഞാൻ ഡെലിവറി എന്റെ 2 പിള്ളേർ ഡെലിവറി കാട്ടാം. ഞാൻ കൂടെ വന്നാൽ ഞാനൊന്നും എടുത്തിട്ടല്ലോ. അങ്ങനെ ചിലപ്പോ എന്റെ മോന്റെ കൈ ഇങ്ങനെ പൊങ്ങി, ഒരു കൈ പൊങ്ങി. സാധാരണ ഈ പൊസിഷൻ ഇങ്ങനെ ആയി നിൽക്കുന്നത്. എന്നിട്ട് ഈ ഉച്ചിയുടെ ഭാഗം ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് കിടക്കാം. ജനിക്കാൻ പോകുന്ന സമയത്ത് ഈ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അവൻ ഇങ്ങനെ ആക്കി ഭൂമിയിലേക്ക് വന്നതിന് ശേഷം തിരികെ ഭൂമിയിലെ എയർ കിട്ടി കഴിയുമ്പോൾ അവന്റെ മെമ്മറി മുഴുവൻ, പഴയ മെമ്മറികൾ മുഴുവൻ പോവുകയും അവൻ ഇതാവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്. അതുപോലെ എല്ലാം വൃദ്ധാത്മകം ബന്ധം, ആകാശാത്മകം, വായാത്മകം, ജന്മന്യാത്മകം, ഓമ അമൃതാത്മകം എന്നാണ് തന്ത്രത്തിലെ പഞ്ചഭൂതത്തിൽ. ഇത് ഞാൻ ഈ 2 ഡെലിവറി ഞാൻ കണ്ടിട്ടുള്ളൂ. നമുക്ക് അതിനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ടായിരുന്നുണ്ട്. ഞാൻ ഭർത്താക്കന്മാര് നമ്മളെടുക്കും. അപ്പൊ വലിയ എക്സ്പീരിയൻസ് ആണ്. ഒരു പുരുഷനെ സംബന്ധിച്ച് വലിയ എക്സ്പീരിയൻസ് ആണ്. അന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ ഇത് സ്ത്രീകൾക്ക് വേണ്ടുന്ന ഒരു കാര്യമായിട്ട് ഒഴിഞ്ഞു നിൽക്കുകയോ. അപ്പൊ അങ്ങനെയല്ല, ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മോമെന്റാണ്. നമ്മൾ അറിഞ്ഞൂടെ എന്ത് സംഭവിക്കും. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത സാധനം ഈ വെളിയിലോട്ട് ഇത് വരുമ്പോൾ നമ്മൾ നോക്കിയ കൈമീനെ കുറിച്ച് ഇത് കുറെ കാലത്തേക്ക് പിടിക്കുള്ളൂ. ഇത് ഇവിടെ തരും. ഇത് 1-2 മാസത്തേക്ക് ഈ ഹോൾഡ് ആവും. എവിടെയെങ്കിലും പിടിച്ച് നിൽക്കാൻ അതിനുള്ള ഒരു പിടുത്തം ശീലിച്ചിരിക്കുക. ഇതിനകത്ത് അടുത്ത സെഷനിലേക്ക് കിടക്കാം. ഷഡ്ചക്രോപരി സംസ്ഥിതം എന്നല്ലേ ദേവിയെ പറയുന്നത്. അപ്പം അത് ഈ 6 ചക്രം കൂടാതെ വേറെ ചക്രങ്ങളെ പറ്റി ഉണ്ടത്. അതെന്താന്ന് പറഞ്ഞാല് അതിനകത്ത് അവര് ചെയ്തിരിക്കുന്ന വെച്ചാലും ഈ നമ്മുടെ സഹസ്രാര ചക്രം മുതൽ താഴോട്ട് പിടിക്കുന്നു. സഹസ്രാര ചക്രം, ആജ്ഞാചക്രം. നമ്മളെ സോമമൊക്കെ പോയി, സോമയൊന്നും എടുത്തിട്ടില്ല. ആജ്ഞയുടെ ഭാഗത്തായിട്ട് സോമം വെച്ചിട്ടുള്ളൂ, സോമചക്രം.
എന്നിട്ട് പിന്നെ താഴോട്ട് നമ്മൾ നോക്കി വരുമ്പോൾ അനാഹത ചക്രം, പിന്നെ മണിപൂര ചക്രം, നാഭി, പിന്നെ ജനിതൽ സ്വാധിഷ്ഠാനം, പിന്നെ പെരിനിയം, മൂലാധാരം. ഇപ്പൊ 7 അല്ലേ? അല്ല, സോമം വിട്ട് കഴിഞ്ഞാൽ നോക്കിക്കോളൂ, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപ്പൂര, അനാഹതം, വിശുദ്ധ, ആജ്ഞ, സഹസ്രാരം. സഹസ്രാരം കൂടെ കൂട്ടി. ഈ സഹസ്രാരം അതിന്റെ സ്ഥനിത്തായതുകൊണ്ട് അത് ചക്രയുടെ നേച്ചറേ ഇല്ല, ശൂന്യചക്രം എന്നാണ് പറയുന്നത്. അവിടെ ഒന്നും ഇല്ല, അത് ഇൻഫൈനറ്റ് ആയിട്ടുള്ള ഇതാണ്. അതുകൊണ്ടാണ് ഈ ഷഡ്ചക്രമായിട്ട് അത് ഫിക്സ് ചെയ്തത്. അത് ഗോളാണ്. ചക്രം നമ്മൾ കടന്ന് പോകുമ്പോൾ അത് അതിന്റെ ഗോളാണ്. അപ്പൊ അത് 6 കടന്നു പോണ വഴി 6. പരിഹാരം കടന്ന് അവിടെ ചെല്ലുമ്പോൾ പരിഹാരം കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണും. ചക്രോപരി ചെല്ലുമ്പോഴേ അതിലും മുകളിലാണ് ശിവന്റെ അത് ശിവന്റെ മുകളിലാണ് ദേവി. ശിവന്റെ മുകളിലാണ് ദേവി. തന്ത്രത്തിലാണ്. തന്ത്രത്തില് ദേവിയാണ് അത് തന്ത്രത്തിൽ കുറെ കൂടെ ഡീപ്പായിരിക്കും. ഓരോ സമ്പ്രദായത്തിനുള്ള രീതിയിൽ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത്